മെയ് 15 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. ദൈവത്തെ അറിയുക, സമാധാനത്തെ അറിയുക എന്ന തലക്കെട്ടോടുകൂടിയാണ്. ദൈവത്തെ സമാധാനവുമായിട്ട് കൂട്ടിവയ്ക്കുന്നു. അതിന് തൊട്ട് താഴെ 4-ാമത്തെ പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അഗാധമായ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ജീവിതം. മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം നീരസങ്ങൾ ഉണ്ടാവുന്നു, ഇഷ്ടക്കേടുകൾ, ചെറിയ ഇഷ്ടക്കേടുകൾ, ചില കണ്ടുകൂടായ്കൾ ഉണ്ടാവും. അത് വളർത്തിയെടുത്ത് വലിയ വിദ്വേഷങ്ങളായിട്ട് മാറും. ഈ വിദ്വേഷങ്ങൾ മദ്യാസക്തന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഒന്നവനെ ആ വിദ്വേഷവും അവൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാൻ അവന് സാധ്യമല്ല. അത് ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് അവന് കാണിക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള സംഘർഷം അവൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വിദ്വേഷം ഉൾക്കൊണ്ട് മദ്യാസക്തനെ കൊണ്ട് നടക്കരുത് എന്ന് പറയുകയാണ്. നമ്മൾ കരുതുന്നത് വിദ്വേഷം കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാവില്ല എന്ന് കരുതുമ്പോഴും മദ്യാസക്തനുണ്ടാവുന്ന വിദ്വേഷം, ആ വിദ്വേഷം അവന് അത് പരിപൂർണമായിട്ടും പുറത്തേക്ക് കാണിക്കാനോ അല്ലെങ്കിൽ ആ വിദ്വേഷത്തിൻ്റെ ഫലങ്ങൾ അവന് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ കുഴപ്പങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ നിർബന്ധപൂർവം സഹിക്കുന്നതോ നിർബന്ധപൂർവം എല്ലാത്തിനെയും അങ്ങനെ സ്വീകരിക്കുന്നതോ ആയ ഒരു പ്രോഗ്രാമൊന്നുമല്ല. കാരണം മദ്യാസക്തന് സൈലൻ്റായിട്ട് മാറാൻ ഭയങ്കര പ്രയാസമായിട്ടാണ് കണ്ടിട്ടുള്ളത്. വളരെ അപൂർവം പേര് അല്ലെങ്കിൽ അത്തരം രീതികളിൽ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. വലിയ കുഴപ്പങ്ങളില്ലാത്ത അത്തരം ആളുകൾക്ക് പറ്റും. പൊതുവെ എല്ലാ കാര്യങ്ങളും സംഘർഷം ഉണ്ടാക്കുന്ന, താൻ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ വരാതെ ആകുമ്പോൾ കുഴപ്പമുണ്ടാകുന്ന ആളുകളാണ്. അപ്പം അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും സാധ്യമല്ല. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിദ്വേഷം ഉള്ളിൽ കൊണ്ട് നടക്കുക എന്നത് ഭയങ്കര പ്രയാസമാണ്. കാരണം ആ വിദ്വേഷത്തെ എക്സ്പ്രസ് ചെയ്യണം, ആ ദേഷ്യത്തെ മറ്റുള്ളവരെ അറിയിക്കണം. അത് അറിയിക്കാതെ ഇപ്പം നമ്മളങ്ങനെ ദേഷ്യമില്ല എന്ന് കരുതിയിട്ട് ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ട് പോകാമെന്ന് കരുതുക. ആ ക്ഷമിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും വലിയ പ്രശ്നങ്ങൾ, നിസാരമായിട്ട് കളയേണ്ട സാധനത്തെ വലിയ പ്രശ്നങ്ങളായിട്ട് മാറ്റും. പലപ്പോഴും ഈ ജന്മവാസനകളുണ്ട്, നമുക്ക് ദേഷ്യമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, എല്ലാം മറ്റു വികാരങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ പ്രോഗ്രാം എന്ന് തെറ്റിദ്ധരിക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രോഗ്രാം പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല. ദേഷ്യം നമുക്ക് ഇല്ലായ്മ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ദേഷ്യം ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല, സങ്കടം ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ ഭയങ്കര ക്ഷമയിലേക്ക് എല്ലാതും പോയിട്ട് വലിയ ഒരു പരിണത പ്രജ്ഞനായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ നിൽക്കുന്ന ഒരു യോഗിയുടെ അവസ്ഥയിലേക്ക് മാറുന്ന മദ്യാസക്തനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. എനിക്കത് സാധ്യമല്ല എന്നുള്ളത് മനസ്സിലായി. ആദ്യം ഇതെനിക്ക് സാധ്യമല്ലാതെ പോലും എനിക്ക് സമ്മതിച്ചില്ല. ഞാൻ ഇതിനൊക്കെ എന്തൊക്കെയോ ഇല്ലാതെ ആവിത്തീരാനുള്ള ശ്രമമാണേ. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിലേക്ക് വന്ന് സത്യസന്ധത തിരിച്ചറിയുമ്പോൾ എനിക്ക് എന്തായി തീരാൻ പറ്റുമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യമുണ്ട്. അവിടെയാണ് ഞാൻ ആരാണ് എന്നുള്ള ആ തിരിച്ചറിവ്. അവിടെയാണ് വിദ്വേഷം ഉണ്ടാകുമ്പോൾ ആ വിദ്വേഷത്തെ എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കാനാണ് ഒരാളുമായിട്ട് സംസാരിക്കുന്നത്. അത് നേരിട്ട് ബാധിക്കാത്ത ഒരാളെ, ആരോടാണോ വിദ്വേഷം ഉണ്ട് അയാളോടല്ലാതെ വേറൊരു വ്യക്തിയുമായിട്ട് നമ്മളത് കൃത്യമായിട്ട് ചർച്ച ചെയ്യണം. അത് എങ്ങനത്തെയാണ് തെറ്റായ രീതിയിൽ നമ്മളെ ധരിക്കുന്ന വ്യക്തിയല്ല, അതിനെ എരിപിരി കൂട്ടുന്ന ആളല്ല. പ്രോഗ്രാമിൽ നിൽക്കുന്ന ആളുമായിട്ട് നമ്മൾ കാണുന്നു, എന്നിട്ട് പറയുകയാണ് നമുക്ക് ഇങ്ങനെയാണ്, എനിക്ക് ആളോട് വിരോധം ഉണ്ടായി, ഇന്ന കാര്യമാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ മറ്റാൾ അയാളുടെ ഒരു വേഷം പറയും, ഇന്ന കാരണം കൊണ്ടായിരിക്കാം അയാൾ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സമ്മതനം ഉണ്ടാക്കി. അപ്പോൾ വിദ്വേഷത്തെ ആദ്യം വിദ്വേഷമായിട്ട് അനുഭവിക്കുകയാണ്, ആ ദേഷ്യമായിട്ട് എന്ത് ചെയ്യാണ്, പതുക്കെ ഒഴിവാക്കുകയാണ്. അത് ആ വ്യക്തിയിലേക്ക് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണത്? ആ വിദ്വേഷം അവിടെ പറഞ്ഞു ഒഴിവാക്കണം. അതല്ലാണ്ട് വിദ്വേഷമൊന്നുമില്ല, ഞാൻ ഭയങ്കര ക്ഷമാപണം അല്ലെങ്കിൽ ക്ഷമിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞ് ഇത് കൊണ്ട് നടന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ സ്വയം ഇല്ല എൻ്റെ വിദ്വേഷത്തെ ഞാൻ മാറ്റാൻ പോവുകയാണെന്ന് കണ്ണടച്ച് പറഞ്ഞുകൊണ്ട് മദ്യാസക്തൻ്റെ വിദ്വേഷം മാറിയിട്ടായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. വളരെ അപൂർവം പേർക്ക് ഇനി അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. എനിക്ക് എന്തായാലും സാധ്യമായിട്ടില്ല. എപ്പോഴൊക്കെ വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം അങ്ങനെ കരുതിയിട്ടുണ്ടോ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുകയും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ഒക്കെ
ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് പ്രോഗ്രാം പറയുന്നത് ഏതൊരു വികാരമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ഇതൊക്കെ അമിതമായിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇതൊന്നും ഉണ്ടാവാതിരിക്കുക എന്നതല്ലായിരുന്നു പ്രോഗ്രാം പരിശീലനം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് പരിശീലിക്കുക എന്ന് വെച്ചാൽ വിദ്വേഷം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഒരാളുമായിട്ട് ഏറ്റു പറഞ്ഞുകൊണ്ടാണ്. പിന്നെ പോകെ പഴമക്കാരായ ആളുകളൊക്കെ അവർക്കുണ്ടായ പുരോഗതികളൊക്കെ വർഷങ്ങൾക്ക് ശേഷം പുരോഗതി ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ കമ്പാരിസണുകളൊന്നുമില്ല. ഇയാളെ പോലെ നമ്മളാവുക. പലപ്പോഴും നമ്മുടെ അവസ്ഥ വെച്ച് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് മനസ്സിലാക്കുന്ന ഇടം കൂടിയാണത്. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, വേണ്ടത് അത് തന്നെയാണ്. അവിടെ അയാൾക്കായി ഇയാൾക്കായില്ല, അയാളെ പോലെ ആവണം, അതൊന്നുമില്ല ആ കാര്യത്തിൽ. എന്നെ കൊണ്ടുള്ള പുരോഗതിയാണ് ലക്ഷ്യം. ഇതാണ് വിദ്വേഷത്തെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. സുപ്രഭാതത്തിൽ മാറ്റാൻ പറ്റില്ല എന്നുള്ള ബോധ്യം ഉണ്ടാകുന്നു, സത്യസന്ധമായിട്ട് തിരിച്ചു വരുന്നു. ആ വിദ്വേഷത്തിന് കാരണമായിട്ടുള്ള എൻ്റെ പ്രവർത്തികൾ പരിശോധിക്കാനായിട്ട് അഞ്ചാമത്തെ പടി, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ സഹായം തേടി അയാളുമായി ഏറ്റുപറഞ്ഞുകൊണ്ടാണ് വിദ്വേഷത്തെ, അത് എത്രത്തോളം വിദ്വേഷം പോകുന്നു അത്രത്തോളം പറഞ്ഞുകൊണ്ടാവും. ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ആ ഏറ്റുപറച്ചിലുകളോട് എനിക്ക് ദേഷ്യമുണ്ട്, എനിക്ക് ഇന്ന ഉണ്ടാവുന്നുണ്ട്, ഇയാൾ എന്നോടുള്ള പെരുമാറ്റം ശരിയല്ല, അയാളുടെ രീതികൾ, ഈ രീതിയിലുള്ള ഏറ്റുപറച്ചിലുകളിലൂടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ ഞാൻ വിദ്വേഷത്തെ മാറ്റിയെടുക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ വിദ്വേഷമില്ലായ്മ ചെയ്യുകയല്ല, മറിച്ച് വിദ്വേഷത്തെ അനുഭവിച്ചുകൊണ്ട് അത് ബാധിക്കുന്ന ആളോടല്ല അത് പറഞ്ഞുകൊണ്ടുള്ള മാറ്റത്തിന് വിധേയമാകേണ്ടത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടത്തിട്ട് നമുക്ക് ഒരുമിച്ചുകൊണ്ട് ഏപനത്തിത്വങ്ങൾ മുന്നോട്ട് പോകാൻ. ശോധന സുപ്രഭാതം.